മഹീന്ദ്ര അഡ്വഞ്ചറിൻ്റെ ഓഫ് റോഡ് ട്രെയിനിങ് അക്കാഡമിയിലാണ്. ഇവിടെ വന്നത് ഥാറിൻ്റെ ഒരു അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ആ ഥാറിൻ്റെ അപ്ഡേഷൻ്റെ ഒരു കംപ്ലീറ്റ് വാക്ക് റൗണ്ടും അതുപോലെ തന്നെ ഓഫ് റോഡ് എക്സ്പീരിയൻസിനാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല, വിപിനായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. കാരണം എൻ്റെ കൈ കുറച്ച് നാളായിട്ട് ഒരു പ്രശ്നത്തിലാണ്. അത് ഓഫ് റോഡ് ഓടിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ ഓഫ് റോഡ് ഓടിക്കാൻ പാടില്ല ഒരു കൈ വെച്ചിട്ട്. എന്താണെങ്കിലും ഹോൾ എക്സ്പീരിയൻസിൽ ഞാനും കൂടി പാട്ടായിരിക്കും. പക്ഷേ ഐ വിൽ ഷോ യു എന്തൊക്കെയാണ് ഇതിനകത്ത് ഡിഫറൻസ്. വലിയ ഡിഫറൻസ് ആയിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ പഴയ ഥാർ ഇസ് ഓൾവേസ് എ പോപ്പുലർ കാർ, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതിനകത്ത് പഴയതിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്ന് കസ്റ്റമേഴ്സും അതുപോലെ എൻത്യൂസിയാസും എല്ലാം പറഞ്ഞതനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് വരുത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് കാണിച്ചു തരാം, എന്നിട്ട് കംപ്ലീറ്റ് നമുക്ക് ഓഫ് റോഡിലേക്ക് പോകാം. സോ പഴയ ഥാറിൽ നമ്മൾ പഴയ ഥാർ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പഴയ ഥാർ ലവേഴ്സ് എല്ലാവരും ഉണ്ടാവും, എൻത്യൂസിയാസ്റ്റുകളുണ്ടാവും. ആ പഴയ ഥാറിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എനിക്ക് പുതിയ ഥാറിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കമൻറ്റ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്താണെങ്കിലും ഞാൻ പറയാം. അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസം ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഈ ഒരു ഗ്രില്ല് നേരത്തെ ഫുൾ ബ്ലാക്കിലായിരുന്നു വന്നിരിക്കുന്നത്. അതിപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും ഗ്രേ ആണെങ്കിലും റെഡ് ആണെങ്കിലും എല്ലാം തന്നെ ആ ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഒരു ബോഡി കളറാക്കി ഈ ഗ്രില്ല്. അതുപോലെ തന്നെ ഈ ഒരു ബമ്പറിൽ ഒരു ബ്ലാക്ക് സിൽവർ കോമ്പിനേഷനാണ്. അത് ഇറങ്ങിയ സമയത്ത് ബ്ലാക്ക് സിൽവർ ആയിരുന്നു വന്നത്. പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഫുൾ ബ്ലാക്കിലേക്കാക്കി. ഇപ്പോൾ വീണ്ടും ആ ഒരു ബ്ലാക്ക് സിൽവർ കോമ്പിനേഷനിലേക്ക് വന്നു. വേറെ ഒന്നും തന്നെ നമുക്ക് ഡിസൈനിൽ വ്യത്യാസങ്ങളില്ല. ഡിസൈനിൽ വ്യത്യാസം വരുത്തേണ്ട കാര്യമില്ല. ഥാർ എന്നും ആ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും പറഞ്ഞിരുന്നത് റിയറിൽ ഒരു വൈപ്പർ വേണമെന്നായിരുന്നു. ആ വൈപ്പറും ഇപ്പോൾ വന്നിട്ടുണ്ട് പുതിയ അപ്ഡേറ്റഡ് ഥാറിൽ. അതുപോലെ തന്നെ 2 പുതിയ കളേഴ്സും വന്നിട്ടുണ്ട്, ഒരു ഗ്രേയും അതുപോലെ തന്നെ ഈ ഒരു റെഡ് കളർ. നേരത്തെ ഒരു റെഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറിയിട്ട് ഇപ്പോൾ ഈ ഒരു റെഡ് കളറാണ് വരുന്നത്. അപ്പോൾ ഗ്രേ ആൻഡ് റെഡ് കളർ പുതിയ കളേഴ്സായിട്ടും ഇപ്പോൾ അഡീഷണലി വന്നിട്ടുണ്ട്. ഥാറിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഥാറിൻ്റെ ഇൻറ്റീരിയറിലും ആ ഒരു ഡിസൈനിലോ കാര്യങ്ങളോ ഒന്നുമല്ല വ്യത്യാസം വന്നിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഈ ഓഫ് റോഡ് കേപ്പബിൾ ഒരു വാഹനത്തിൽ വരേണ്ട ചില വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളാണ് അപ്ഡേഷനിൽ വന്നിരിക്കുന്നത്. അതിലൊന്ന് റോക്സിൽ നിന്ന് എടുത്ത ഈ സ്ക്രീൻ തന്നെയാണ്, ഒരു 10.2 ഇഞ്ച് സ്ക്രീൻ. ഇത് നമ്മൾ റോക്സിലും 3XLൊക്കെ കണ്ടാണ്. അതിനകത്ത് ഇപ്പോൾ അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി എല്ലാം നമുക്കിവിടെ ലഭിക്കും. ആ സ്ക്രീനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ ഒരു ബ്ലാക്കും കൂടി കുറച്ച് ഇൻസേർട്സ് ബ്ലാക്ക് വന്നു. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി ബെറ്ററായി കാണുമ്പോൾ പെട്ടെന്നൊരു ഒരു ഇഷ്ടം തോന്നും. റോക്സ് എന്ന് വന്ന ഈ ഒരു ഗ്രാബ് ഹാൻഡിലും സ്ക്രീനും ഞാൻ പറഞ്ഞു. അതിനോടൊപ്പം സ്റ്റിയറിങ്ങും ഇപ്പോൾ റോക്സ് നിന്ന് വന്നിട്ടുണ്ട്. പഴയ ഥാറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ റോക്സിലെ സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റഡ് ഥാറിൽ വരുന്നത്. പക്ഷേ ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഥാറിൽ. ഥാറിനെ ഇഷ്ടമാണ്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനകത്ത് ഇറിറ്റേറ്റഡ് ആവുന്ന കുറച്ച് കാര്യം, ഒന്ന് നമ്മളുടെ ഈ ഡീസൽ ടാങ്ക് അല്ലെങ്കിൽ പെട്രോൾ ടാങ്ക് തുറക്കാനായിട്ട് കീ ആയിട്ട് ഇറങ്ങിപ്പോയി. അത് തുറക്കണം. അത് എന്തിനാണെന്ന് ഥാർ അങ്ങനെ ഇറക്കിയെന്നറിയില്ല. പക്ഷേ എന്താണെങ്കിലും ഈ ഒരു അപ്ഡേഷനിൽ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ ടാങ്കും പെട്രോൾ ടാങ്കൊക്കെ തുറക്കാൻ പറ്റും. അതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. നീ പുറത്തിറങ്ങി കീ വെച്ച് തുറക്കേണ്ട. അതൊരു കാര്യം ചേഞ്ച് വരുന്നത്. പിന്നെ ഒരു ആംറെസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംറെസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ചെറിയ സ്റ്റോറേജ് ഏരിയയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിയറിൻ്റെ റിയർ എ സി വെൻറ്റും അതുപോലെ സി ടൈപ്പ് ചാർജിങ്ങിൻ്റെ ഒരു പോർട്ടും അവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ വരുന്ന കാര്യങ്ങൾ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, എന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തൊരു കാര്യമാണ് അതിൻ്റെ ഈ പവർ വിൻഡോ സ്വിച്ച്. കാരണം നോർമലി നമ്മുടെ എല്ലാ പവർ വിൻഡോ സ്വിച്ചും ഡോറിലാണ് വരുന്നത്. പക്ഷേ ഥാറിൽ വന്നപ്പോൾ അത് സെൻറ്ററിലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിൻഡോ തുറക്കണമെങ്കിൽ നേരെ ഡോറിലേക്ക് പോകും. അതന്ന് സെൻറ്ററിലായിരുന്നു. അതും ഇപ്പോൾ 2 ഡോറിലേക്കും, ഫ്രണ്ടിലെ 2 ഡോറും പവർ വിൻഡോ സ്വിച്ച് ഇപ്പോൾ ഡോറിൽ തന്നെ ആക്കി. ഇത്രയാണ് ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞ് പുതിയ ഥാറിൽ വന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ഥാർ അപ്ഡേഷൻ ആയിട്ടല്ല, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച്, എൻത്യൂസിയാസ്റ്റിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് എന്തൊക്കെ ആ ഥാറിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നുള്ള കാര്യങ്ങളാണ് എല്ലാം തന്നെ ഇപ്പോൾ പുതിയ ഥാറിൽ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ഥാറിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങൾ കണ്ടല്ലോ. ഞാൻ പറഞ്ഞ പോലെ അപ്ഡേഷനിൽ ഭയങ്കര മാറ്റങ്ങളല്ല. പക്ഷെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഥാറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറച്ചൊക്കെ തലവേദന കാര്യങ്ങളുണ്ട്. അതെല്ലാം മാറ്റി ഇപ്പോൾ പുതിയ അപ്ഡേറ്റഡ് ഥാറിൽ വന്നിട്ടുണ്ട്. അത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനി വരുന്നതിൻ്റെ ഓൺ റോഡ് ഡ്രൈവിലോ കാര്യങ്ങളോ ഒന്നും ഒരു വ്യത്യാസമില്ല. എഞ്ചിനും സെയിം തന്നെയാണ്. എഞ്ചിൻ നേരത്തെ ഉണ്ടായിരുന്ന സെയിം എഞ്ചിൻ, സെയിം പവർ, സെയിം കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നു. ഓഫ് റോഡ് എക്സ്പീരിയൻസിലും വേറെ വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ നമ്മളിപ്പോൾ ഉള്ളത് മഹീന്ദ്രയുടെ ഓഫ് റോഡ് ട്രെയിനിങ് അക്കാഡമിയിലാണ്, അഡ്വഞ്ചർ ട്രെയിനിങ് അക്കാഡമിയിലാണ്. ഇവിടെയാണ് മഹീന്ദ്രയുടെ വാഹനങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്. ഉഗ്രൻ അക്കാഡമി. ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാ ഒബ്സ്റ്റക്കിളും ഉണ്ട്. പക്ഷേ സങ്കടകരം ആയിട്ടുള്ള കാര്യം, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു 2 ആഴ്ച കൊണ്ട് എൻ്റെ കൈക്ക് റെസ്റ്റ് ഉണ്ട്. എൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണമാണ് എന്താണെങ്കിലും. പക്ഷേ എനിക്ക് പകരം വിപിൻ ഓടിക്കും. പക്ഷേ ഞാൻ ഒബ്സ്റ്റക്കിളെല്ലാം കൂടെ ഇരിക്കുന്നുണ്ട്. ഇതൊരു മിസ്സാക്കാൻ പാടില്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് നല്ല ധൈര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു സങ്കടമുണ്ട്.
ഞാൻ ബിപിനോട് പറയാം ഞാൻ ഓടിച്ചിട്ട് ബിപിൻ അപ്പനെ ഒഴിച്ച് ബാക്കിയെല്ലാം വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡിലിരിക്കുന്നു, ബിപിൻ ഓടിക്കാൻ പോവാണ്. വാച്ച് ദാറ്റ്. നമ്മളിപ്പോൾ ജസ്റ്റ് താർ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. നമ്മളല്ല, ഞാൻ വെറുതെ കൊന്തം പിടിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. കാരണം ഈ ഒരു അക്കാഡമിയിൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്, മഹീന്ദ്രയുടെ വാഹനങ്ങളെല്ലാം ഇവിടെയാണ് അവർ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതും. അതുപോലെ ഇവിടെ ഒരു ട്രെയിനിങ് അക്കാഡമി തന്നെയുണ്ട് അഡ്വഞ്ചറിൻ്റെ. ഇതിനകത്ത് ഇറ്റ്സ് എ ഹ്യൂജ് പ്ലേസ്. ഇവിടെ ഇല്ലാത്ത ഒബ്സ്റ്റക്കിളൊന്നുമില്ല. എല്ലായിടത്തും നമ്മളിപ്പോൾ കയറ്റിയില്ല, അലൗഡ് അല്ല. കാരണം നമ്മളെ ഒറ്റയ്ക്കാണ് വണ്ടി തന്നു വിട്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വരുന്നതിന് മുന്നേ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു ഈ ട്രെയിനിങ് അക്കാഡമി എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ ആക്ച്വലി മഹേന്ദ്രയുടെ കസ്റ്റമേഴ്സിനെ, താർ കസ്റ്റമേഴ്സിന് വന്നിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ, ഇതെങ്ങനെയൊന്നും എക്സ്പീരിയൻസ് സമയത്ത് തന്നെ എൻ്റെ കൈ ഒഴിഞ്ഞു. അവൻ അതുകൊണ്ട് മുതലാക്കി. എൻ്റെ അടുത്ത് ഭയങ്കര ചേട്ടൻ അടങ്ങിയിരുന്നാൽ മതി, കൈ ഒഴിഞ്ഞു. ശരിയാണ്, 2 കൈ ഉപയോഗിച്ചാണ് നമുക്ക് ഓഫ് റോഡ്, എസ്പെഷ്യലി ഓഫ് റോഡ്. ഞാൻ ഓൺ റോഡ് ഞാൻ ഇടയ്ക്ക് ചെറിയ ഡിസ്റ്റൻസൊക്കെ ഞാൻ ഒരു കൈ കൊണ്ടൊക്കെ ഓടിക്കും, പക്ഷേ വിത്ത് സപ്പോർട്ട്. പക്ഷേ ഓഫ് റോഡ് ഒരു കാരണവശാലും നമ്മൾ ഒരു കൈ കൊണ്ട് ഓടിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ മനസ്സോടുകൂടി ഇവനെ ഞാൻ ഏൽപ്പിച്ചത്. പക്ഷേ ഞാൻ ശരിക്കും ഇന്ന് പഠിച്ചു. കാരണം ഞാൻ ഓഫ് റോഡ് അങ്ങനെ ഹാർഡ് കോർ ഒന്നും ചെയ്യുന്ന, ഹാർഡ് കോർ അല്ല, ഓഫ് റോഡ് പോകാത്ത ഒരാൾ തന്നെയാണ്. പക്ഷേ ഇന്നാണ് എനിക്ക് മനസ്സിലായി സ്റ്റിയറിംഗ് ഇൻപുട്സ് എങ്ങനെ വേണമെന്നുള്ളത്. ശരിക്കും എങ്ങനെയാണ് സ്റ്റിയറിംഗ് വേണ്ടത്, സ്റ്റിയറിംഗ് പൊസിഷൻ എങ്ങനെയാണ് വേണ്ടത്, സ്റ്റിയറിംഗ് എങ്ങനെ ഹോൾഡ് ചെയ്യണം, ടേൺ ചെയ്യുമ്പോൾ എങ്ങനെ ഹോൾഡ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ശരിക്കും പഠിച്ചത് നമ്മൾ ഇവിടെ റോഷൻ എനിക്ക് പറഞ്ഞു തന്നു. ട്രെയിനറും ഉണ്ടായിരുന്നു, പക്ഷേ റോഷനെ ശരിക്കും പറഞ്ഞു തന്നു നമുക്ക് എങ്ങനെ വേണം, എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത്. സോ ഓഫ് റോഡ് എങ്ങനെ സ്റ്റിയറിംഗ് ടേൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും റോഷനെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഓബ്സ്റ്റക്കിൾസ് നോക്കി കഴിഞ്ഞാലും ശരിക്കും താറിനൊരു കേപ്പബിലിറ്റി ഫുള്ളായിട്ട് ഇതിലും കൂടുതൽ കേപ്പബിലിറ്റി ഉണ്ട്. ശരിക്കും അത് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. എങ്ങനെയാണ് ശരിക്കും നമ്മൾ കൂടുതൽ ചെയ്ത ആർട്ടിക്കുലേഷൻ ആണ് കൂടുതൽ ചെയ്തത്. സോ ബേസിക്കലി അതിനകത്ത് പറയാനുള്ളത് പുതിയ അപ്ഡേറ്റഡ് താർ, നമ്മൾ താറിൻ്റെ എനിക്ക് തോന്നുന്നു 2000 മുതൽ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾ, എൻത്യൂസിയാസ് എല്ലാം താറിലൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടുണ്ടാവും. സോ താറിൻ്റെ എക്സ്പീരിയൻസ് പഴയ താറുമായിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വലിയ വ്യത്യാസം എന്നല്ല, ദാറ്റ്സ് ദ സെയിം തിങ്, സെയിം കേപ്പബിലിറ്റി, അതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി എല്ലാം തന്നെ സെയിം ആണ്. ആൻഡ് നൗ ഇറ്റ്സ് മോർ, നമുക്ക് കുറച്ചും കൂടി അകത്തിരുന്ന് ആ സ്ക്രീനിലെല്ലാം വരുമ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് വിസിബിളാണ്, ബെറ്ററായിട്ട് കാണാൻ പറ്റും, അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, വീലിൻ്റെ പൊസിഷനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ആൻഡ് വേറെ വ്യത്യാസങ്ങളൊന്നും, ഇറ്റ്സ് മോർ കംഫർട്ടബിൾ നൗ. കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അപ്ഡേറ്റ് ആണ്, ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫേസ് ലിഫ്റ്റ് അല്ല, വെറുതെ അപ്ഡേറ്റ് ആണ്. വെറുതെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ അത് അപ്ഡേറ്റിലേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ ഓഫ് റോഡ് എക്സ്പീരിയൻസ് താർ എന്നും ഒരു സ്റ്റെപ്പ് എബവ് ആണ്, ഒരു സംശയമില്ല. ഓൺ എ നോർമൽ, നമ്മൾ പറയുന്നത് G-Wagonൻ്റെ കാര്യങ്ങളോ ഒന്നും അല്ല, റൂബിക്കോണിൻ്റെ കാര്യങ്ങളൊന്നും അല്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് ഒരു നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റുന്ന വാഹനം തന്നെയാണ് താർ, വിത്ത് എ ബെറ്റർ എക്സ്പീരിയൻസ് എന്ന് തന്നെയാണ് ഈ ഒരു അപ്ഡേഷനിലൂടെ എനിക്ക് മനസ്സിലായത്. റോഷഡ്, അപ്പോൾ ഇനി നമ്മൾ അഫോർഡബിലിറ്റി പറഞ്ഞു. അപ്പോൾ ഇനി അറിയേണ്ട പ്രൈസാണ്. ഓക്കെ, പ്രൈസ് വരുന്നത് ഇപ്പോൾ എനിക്കറിയില്ല. ഇതിൻ്റെ ലോഞ്ച് വരാൻ പോകുന്നേ ഉള്ളൂ. ലോഞ്ച് വരുന്ന ഉടനെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. 3-ാം തീയതിയാണ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി സെപ്റ്റംബറിലാണ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ്. കറക്റ്റ്. അതിന് വില നമുക്കറിയില്ല, പക്ഷേ എന്താണെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വില കൊടുത്തേക്കാം. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.